Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്നത്തെ റെസിപ്പിയെ കുറിച്ച് നമ്മളൊരു വലിയ ചർച്ചയ്ക്കൊന്നും പോകുന്നില്ല. ഒരു ചെറിയ ചർച്ച എന്നതേലും വേണമല്ലോ. കാര്യം എന്നാ തുടങ്ങുമ്പം എന്നാ പറയുക, പാചകം ചെയ്യുവാന്നേലും ഈ പറഞ്ഞ പോലെ ഒരു എക്സ്ക്യൂസ് എടുത്തേച്ചാന്നല്ലോ ഞാൻ എപ്പോഴും പറയുന്നത്. കാര്യം എന്ന് വെച്ചാൽ വെജിറ്റേറിയൻ ആഗ്രഹിക്കുന്നവർ എപ്പോഴും പറയും നോൺ വെജ് എപ്പോഴും ചെയ്യുന്ന വെജിറ്റേറിയൻ ചെയ്യുന്നില്ല എന്ന്. പക്ഷെ എന്നാൽ അതും ഞാൻ പരിഗണിക്കും. മാത്രമല്ല, നമുക്ക് നാളെ വൃശ്ചിക 1 അപ്പം എത്രയായാലും എല്ലാവരും മിക്കവാറും വെജിറ്റേറിയൻ ആയിരിക്കും. പക്ഷെ അതിനെക്കാട്ടിലും ഉപരി എന്നാന്നറിയാവോ, ഇന്ന് ആനീസ് കിച്ചണിൽ വരാൻ പോകുന്ന ഗസ്റ്റ് എന്ന് പറയുന്നത് ദ ഗ്രേറ്റ് ലെജൻഡ് വിദ്യാധരൻ മാസ്റ്റർ ആണെന്ന് നമ്മുടെ ആനീസ് കിച്ചണിൽ വരുന്നത്. അദ്ദേഹം പ്യോർ വെജിറ്റേറിയൻ ആണ്. അതുകൊണ്ടും ഞാൻ അദ്ദേഹത്തെ മാത്രം എൻ്റെ കണക്കിൽ ആദ്യം ഞാൻ എടുത്തത്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന റെസിപ്പി എന്ന് പറയുന്നത് ചെട്ടിനാട് പനീർ കറിയാണ്. ചെട്ടിനാട് ഈസ് ബേസിക്കലി എന്താ പറയുക, തമിഴ്നാട് ആ ഒരു ബേസാണ്. അവർക്ക് ശരിക്കും ചെട്ടിനാട് ഒരുപാട് സ്പൈസസ് ചേരുന്ന ഒരു ഡിഷസാണ് അവർക്ക് കൂടുതലുള്ളത്. സ്പൈസസ് എന്ന് പറയുമ്പോൾ എല്ലാ സ്പൈസസും ഉണ്ട്. ഇത് പട്ടയുടെ ഇലയാ, അതിൻ്റെ മരം ഉണ്ടെങ്കിൽ പച്ച പട്ടയുടെ ഇല ഇട്ടേച്ചാലും മതി. ഇത് കുറച്ച് കുരുമുളക്, പിന്നെ വേണ്ടിയത് കുറച്ച് ജീരകം ഒത്തിരി അങ്ങിടരുത്, ഇച്ചിരി. പിന്നെ കുറച്ച് പെരിഞ്ജീരകം. ഇവർ ബേസിക്കലി നമ്മൾ അവരുടെ ഫുഡ് കൂടുതൽ കഴിക്കുമ്പോൾ ഏത് ഇറച്ചി, മീനോ, ഞണ്ടോ, കൊഞ്ചോ എന്നാ കഴിച്ചാലും അവരേറ്റവും കൂടുതൽ ഇപ്പം നോർത്തിലൊക്കെ ഈ ഞാൻ പറയില്ല എപ്പോഴും ജീരകം മുന്നിലാന്ന് പറയുന്ന പോലെ ഇവരുടെ ഫുഡിൽ ഏറ്റവും കൂടുതൽ പെരിഞ്ജീരകം എപ്പോഴും മുന്നേ നിൽക്കുന്നത്. പിന്നെ വേണ്ടിയത് കുറച്ച് വറ്റൽ മുളക്, അത് നിങ്ങളുടെ എരിവ് അനുസരിച്ചാണ്. കുരുമുളക് ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ജാവിത്രി, പിന്നെ വേണ്ടിയത് ഏലക്ക, പിന്നെ ഒരു ഗ്രാമ്പു, ഒന്നല്ല ഒരു 1/2 ടീസ്പൂൺ, 5-6 വരും, അത്രേ ഉള്ളൂ. പിന്നെ ഉള്ളത് ഒരു മുറി തേങ്ങായ, ഇതൊരു 1/2 കപ്പ് കണക്കാക്കിക്കോ. പിന്നെ വേണ്ടിയത് പട്ടയും വേണം, പട്ടയുടെ ഇലയും വേണം. അതൊരു കഷ്ണം മതിയാവും. ഇച്ചിരി വെളുത്തുള്ളി അരിഞ്ഞത്, കുറച്ച് ഇഞ്ചി അരിഞ്ഞത്, പിന്നെ ഒരു സവാള. ഇത് ഇച്ചിരി ഒരു 3 സവാള ഉണ്ട്, നമുക്ക് അത്രയും വേണ്ട, പക്ഷെ എന്നാലും ഒരു ഇച്ചിരി സവാള, കുറച്ച് മുളക് പൊടി, ഒരു വലിയ തക്കാളി അരിഞ്ഞത്, 2 ആണെങ്കിൽ, മീഡിയം സൈസ് ആണെങ്കിൽ 2. പിന്നെ കുറച്ച് മല്ലിപ്പൊടിയാ വേണ്ടിയ. പിന്നെ ഉള്ളത് മൈ ഫേവറേറ്റ് മല്ലിയില, കറിവേപ്പില. മല്ലിയില അധികം ഇടാറില്ല, പക്ഷെ എന്നാലും കറിവേപ്പില നല്ലതായിട്ട് ഇടുവേ. പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഈ പാൻ ഒന്ന് കത്തിക്കുക. ഈ ഒരു അടുപ്പായതുകൊണ്ട് ഞാൻ വലിയ തീ വെക്കാൻ പറയുകയല്ല, ഒരു ഇച്ചിരി ചെറിയ തീയെ വെച്ചാൽ മതി. എന്നാലേ നമ്മൾ ഓരോ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ചേർക്കുമ്പോഴത്തേക്ക് അത് മൂത്ത് വരത്തുള്ളൂ. ഫസ്റ്റ് ചേർക്കാൻ പോകുന്ന ഒരു പട്ടയുടെ ഇല. പിന്നെ വേണ്ടിയത് കുരുമുളകാണ്. ഒരു ടീസ്പൂണോളം വെച്ചോളൂ കുരുമുളക്. പിന്നെ വേണ്ടിയത് ഒരു 1/2 ടീസ്പൂണിന്റെ കണക്കിന് ജീരകം. ഇതൊന്നും ഒരുപാട് കൂടണ്ട. പിന്നെ വേണ്ടിയത് 1 ടീസ്പൂൺ കണക്കാക്കി പെരിഞ്ജീരകം. പിന്നെ എരിവ് അനുസരിച്ച് ഒരു 5 വറ്റൽമുളക് വെച്ചോ. ചില മുളക് ഭയങ്കര എരിവാ, അന്നേരം നോക്കിയേച്ച് വേണമായിട്ട് ചേർക്കാന്. ജാതിപത്രിയുടെ ഒരെതള് മുഴുവൻ വേണ്ട, അതിൻ്റെ ഒരു മണമില്ലേ, അതുകൊണ്ട് ഒരു 1/2 പൊട്ടിച്ചിടുക. ഏലക്ക ഒരു 1, 2, 3, 4 മതി. പിന്നെ വേണ്ടിയത് ഒരു കഷ്ണം പട്ട, ഇത്രയും പോകുന്ന ചെറിയ പട്ടയാണ് ഞാൻ എടുക്കുന്നത്, അത് മതി, ഒരുപാട് കുത്തൽ വരും അല്ലെങ്കിൽ. ഗ്രാമ്പു ഒരു, ഇപ്പം എൻ്റെ കയ്യിൽ 1, 2, 3, 4, 5 മതിയാവും. 5-6 ഗ്രാമ്പു മാക്സിമം. ഇനി വേണ്ടിയത് ഇതൊരു ഇച്ചിരി മൂത്ത് കഴിയുമ്പോൾ, അതായത് നമ്മൾ ഈ ഇട്ടിരിക്കുന്ന സ്പൈസസ് കംപ്ലീറ്റ് ഒന്ന് മൂക്കണം. മൂത്തതിന് ശേഷം ആ തേങ്ങയും കൂടെ ഇട്ട് ഒന്ന് വറുത്തരയ്ക്കാമെന്ന് ചോദിച്ചാൽ അല്ല, എന്നാൽ തേങ്ങ ഒന്ന് മൂക്കുകയും വേണം. ഈ സ്പൈസസ് മൂത്തോ ഇല്ലയോ എന്ന് അറിയുന്ന നമ്മുടെ ഈ വറ്റൽമുളക് ഉണ്ടല്ലോ, ഒരു ഇച്ചിരി നിറം മാറും, അന്നേരം മനസ്സിലാക്കിക്കോണേ. ഞാനിപ്പോൾ ഇവിടെ ഒരു ഇച്ചിരി കൂടുതൽ പനീറായി എടുത്തു വച്ചേക്കുന്നത്, അത്രയും വേണ്ടി വരികയില്ല, പക്ഷെ എന്നാലും
ഞാൻ കരുതിയെന്നേ ഉള്ളൂ. ഇച്ചിരി തീ കൂട്ടിയിട്ടുണ്ട്. അന്നേരത്തേനും അങ്ങ് പെട്ടെന്ന് മുരിയാനായിട്ട്. ഈ അടുപ്പിനുള്ളൊരു ഗുണം അതാ. എന്നാന്ന് വെച്ചാൽ ഭയങ്കര ചൂടാവും പെട്ടെന്ന്. ഇത് കണ്ടോ, അതിനകത്ത് നിന്ന് ആ പുക വരുന്നുണ്ട്. വേണ്ട, നമ്മുടെ വറ്റൽ മുളകിൻ്റെ നിറം മാറുന്നുണ്ട്. അത് എങ്ങനെയാന്ന് വെച്ചാൽ ആ വറ്റൽ മുളക് ഒന്ന് വീർത്തേച്ച് അതിൻ്റെ നിറം മാറിത്തുടങ്ങും. അതാ അതിൻ്റെ പരുവം. ഒരുപാട് അങ്ങ് മൂത്തു പോകാനും പാടില്ല. എന്നാന്ന് വെച്ചാൽ അതങ്ങ് കരിച്ചൊവയാവേ. ഇനി ഇതിനകത്തോട്ട് ഞാൻ നമ്മുടെ തേങ്ങ തിരുമിയത്, ഇത് 1 മുറി തേങ്ങ ഉണ്ട്. അരമുറി തേങ്ങയുടെ കണക്കെടുത്താൽ മതി. ഇത് ഒന്ന് വറക്കണം. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു 2 കറിവേപ്പില ഇട്ടു എന്നും പറഞ്ഞ് ദോഷമൊന്നുമില്ല. നല്ല മണം വരികയേ ഉള്ളൂ. മണം മാത്രമല്ല, കറിവേപ്പിലയ്ക്ക് ഗുണങ്ങളും ഒരുപാടുണ്ട്. ഇനി ഗുണത്തെക്കാട്ടിലും അതിൻ്റെ എന്താ പറയുക, നമ്മുടെ ശരീരത്തിന് ചെയ്യുന്ന ഗുണങ്ങളെക്കാട്ടിലും എനിക്ക് അതിൻ്റെ മണം ഭയങ്കര ഇഷ്ടമാണ്. കറിവേപ്പില ഇടുമ്പം കറികൾക്കൊരു പ്രത്യേക മണവും ഒരു രുചിയും കൂടും എന്നുകൊണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ ഒന്നുകൂടെ പറയാം, വറുത്തരച്ച തീയലിൻ്റെ പരുവല്ല. ഒന്ന് തേങ്ങ ബ്രൗൺ ആയേച്ചാൽ മതി. ഒത്തിരി അങ്ങ് വറുത്തരച്ച തീയൽ വെക്കുന്ന പോലെ അങ്ങ് വെച്ച് കഴിഞ്ഞാൽ അതിന് ആ തീയലിൻ്റെ ടേസ്റ്റാണ് വരുന്നത്. പിന്നെ ഇതിനകത്തോട്ട് ഇടാൻ ഒരു കാര്യവും കൂടെ ഉണ്ട്. എന്താ അറിയോ, കുറച്ച് മല്ലി. അത് തനി മല്ലി ആയിടണ്ടേ. അതായത് ഒരു ഇങ്ങനെ നമ്മൾ മല്ലിപ്പൊടിയല്ല, മല്ലി ഒരു സ്പൂൺ, 1 ടീസ്പൂൺ കണക്കിട്ടും. അല്ലാതെ നമ്മൾ കുറച്ച് മല്ലിപ്പൊടി ഇടും, അത് വേറെ കാര്യം. അല്ലാതെ ഈ തേങ്ങയുടെ കൂടെ കുറച്ച് അരയാൻ ഒരിച്ചിരി പൊടി വേണം, മല്ലി വേണം. തേങ്ങയുടെ നിറമൊക്കെ ഇച്ചിരി മാറി വരുന്നുണ്ട്. ഒത്തിരി മാറണ്ട. എന്നാൽ തേങ്ങയിലുള്ള ആ ഒരു ഈർപ്പമില്ലേ, അതൊന്ന് മാറിക്കിട്ടണം. ഈ പാനിനുണ്ടല്ലോ നല്ല ചൂടാണ്. ആ പാത്രവും നല്ല ചൂടുള്ള പാത്രമാണ്. അതുകൊണ്ട് എന്താ അറിയോ, ഇരുന്ന് അതിനകത്ത് നിന്നൊരു മൂപ്പ് കൂടെ ഉണ്ട്. അപ്പം എന്നാന്ന് വെച്ചാൽ ഞാൻ ഈ പാത്രം ഒന്ന് മാറ്റട്ടെ. മാറ്റി വെച്ച് നമുക്ക് അരയ്ക്കാനുള്ളതല്ലേ. അപ്പം ആ മൂപ്പ് അതിനകത്തിരുന്ന് ഒരു ഇച്ചിരി കൂടെ മൂത്ത് കഴിയുമ്പോഴത്തേക്ക് ശരിയാവും. ആ സമയം അടുത്ത പാത്രം എടുത്ത് വെച്ചേച്ച് അതിനകത്തോട്ട് നമ്മുടെ ഉള്ളി വഴറ്റാനിടാം. ഈ പാത്രം നല്ല ചൂടായതുകൊണ്ട് അതായത് എപ്പോഴും ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ തേങ്ങ കയറി നല്ലതായിട്ട് അങ്ങ് മൂക്കും. അത് ആ ഒരു ബോധം എൻ്റെ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടും ഞാൻ അധികം നേരം ഈ തേങ്ങ ഈ പാനെ വെക്കുന്നില്ല. ഞാൻ മിക്സിയിലോട്ട് മാറ്റുക. ഈ പറഞ്ഞ പോലെ എന്നാ ചൂടൊന്ന് നല്ലതായിട്ട് ആറിയേച്ച് ഞാൻ അരയ്ക്കാവേ. ഇതിനകത്തോട്ട് ഒരിച്ചിരി എണ്ണ ഒഴിക്കുക. നമുക്കിപ്പോൾ വെളിച്ചെണ്ണ വേണ്ടെങ്കിൽ അത് ഒഴിക്കാം. അതല്ല സാധാ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ആണെങ്കിൽ അങ്ങനെ. ഓക്കെ, ഇത് ഇച്ചിരി തീ അങ്ങോട്ട് വെച്ചേച്ച് ഫസ്റ്റ് നമ്മൾ ഇതിനകത്തോട്ട് ഒരു കടുകിന് പകരം കുറച്ച് പെരിഞ്ചീരകമായി ഇടുന്നത്. പെരിഞ്ചീരകം ഒന്ന് മൂത്ത് അതൊന്ന് പൊട്ടി തുടങ്ങുമ്പോൾ പെട്ടെന്നാവുക, അധികം സമയമൊന്നും എടുക്കുകയില്ല. അതിനകത്തോട്ട് ഈ അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളി ഇടുക. ഒരു മുഴുത്ത ഉള്ളി, അത് ധാരാളം മതിയാവും. ഇതൊന്ന് ഇച്ചിരി നല്ല വാടുന്ന സമയമുണ്ടല്ലോ, നമുക്ക് ഈ അരപ്പ് ഒന്ന് പൊടിച്ചേച്ച് അരച്ചെടുക്കാം. ഒരിച്ചിരി ചൂടാറിയിട്ടുണ്ട്. നല്ലതായിട്ട് അത് പൊടിഞ്ഞു. ഇനി അതിനകത്തോട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചേച്ച് ബാക്കി ഒന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. ഇനി ഇതിനകത്തോട്ട്
നമുക്ക് ഒരു കഷ്ണം ഇഞ്ചിയുടെ ഒരു ഇഞ്ച്, അതായത് സാധാരണഗതി പറയുകയാണെങ്കിൽ ഒരു കഷ്ണം ഇഞ്ചി നമ്മൾ കണക്കാക്കുകയല്ലേ എന്ന് പറഞ്ഞ പോലെ ആ ഒരു കഷ്ണം ഇഞ്ചിക്ക് കണക്കാക്കി കുത്തി അരിഞ്ഞ കുറച്ച് ഇഞ്ചിനകത്തോട്ട് ഇടുക. അതേപോലെ വെളുത്തുള്ളിയുടെ കണക്ക് പറയുകയാണെങ്കിൽ ഒരു 4 വെളുത്തുള്ളിയുടെ അളവ് അതും കൂടെ ഇതിനകത്തോട്ട് ഇടുക. വലിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു 2 എണ്ണം. ഇനി ഇത് നല്ലതായിട്ടൊന്ന് ബ്രൗൺ നിറാവട്ടെ, നല്ല മൊരിയണം. അതായത് ഉള്ളിയുടെ ഒരു പച്ചച്ചോവ മാറണം, ഉള്ളി ഒന്ന് നല്ലതായിട്ട് വേവണം. ഇതിനകത്തോട്ട് ഒരു തണ്ട് കറിവേപ്പില ഒന്ന് ഇടുക. വേണ്ടേ, നമ്മുടെ പേസ്റ്റ് പോലെ അരഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും എൻ്റെ മനസ്സിൻ്റെ ഒരു തൃപ്തിക്ക് ഒരു ഇച്ചിരി കൂടെ ഒന്ന് അരഞ്ഞ് ഒരു പേസ്റ്റ് രൂപത്തിലായാൽ നല്ലത്. ഓക്കെ, ഇതവിടെ ഇരിക്കട്ടെ. ഇനി ബാക്കി ഇതൊന്ന് മൊരിച്ചെടുത്ത് ബാക്കി ഇൻഗ്രീഡിയൻറ്റും കൂടെ ഒക്കെ ഒന്ന് ചേർക്കട്ടെ. ഇനിയിപ്പോൾ കുറച്ചൊരു കാര്യം പറയാനാന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പറയല്ലേ, എന്താ ഹൈ ഫ്ലെയിമേ വെച്ച് പൊടികൾ ചേർക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം എന്ന്. അപ്പം മിക്കവരും എന്നോട് പറയാറുണ്ട്, ചേച്ചി അങ്ങനെ ഇട്ടിട്ട് പൊടികൾ പെട്ടെന്ന് ചേർക്കുമ്പോൾ പൊടി അങ്ങ് മൂത്ത് പോകുന്നു, ഞാൻ കളവ് അറിയാൻ പറ്റുന്നില്ല. അതിനുള്ളൊരു സൊല്യൂഷനാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്. അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ ഉള്ളി നല്ലോണം ഒന്ന് മൊരിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്ത് ചേർക്കാൻ പോകുന്നത് പൊടിയാണ്. അപ്പോൾ എന്നാ ചെയ്യണമെന്നറിയോ, കുറച്ച് വെള്ളം, ഒരു തവി വെള്ളം കണക്കാക്കിക്കോ, അത് മതി. ഇച്ചിരി വെള്ളം അതിനകത്ത് വേണം നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നതിന് മുമ്പ്, അതായത് പൊടികൾ ചേർക്കുന്നതിന് മുമ്പ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇച്ചിരി വെള്ളം തേണ്ട ചീനച്ചട്ടിയിലുണ്ട്. ഇതിനകത്തോട്ടാണ് നമ്മളെ പൊടികൾ നമ്മൾ ചേർക്കാനായിട്ട് പോകുന്നത്. അതായത് ഫസ്റ്റ് സ്റ്റാർട്ടിങ് വിത്ത് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണോ അല്ലെ 1/4 ടീസ്പൂൺ മതി കേട്ടോ. മഞ്ഞ ഒത്തിരി ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ ചില സമയം മഞ്ഞയുടെ കുത്തൽ വരും. നമ്മൾ മുളക് അരച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. അപ്പം ഇങ്ങനെ വെള്ളത്തോടു കൂടി നമ്മൾ ആ പൊടി ചേർക്കുവാണെങ്കിൽ പൊടി മൂക്കാൻ എളുപ്പമാണ്. അതായത് വെള്ളം വറ്റുമ്പോൾ പൊടി വേവും, വെന്ത് കഴിയുമ്പോൾ നമ്മുടെ എണ്ണ തെളിയുമല്ലോ, ആ സമയം കൊണ്ട് പൊടി മൂത്തും കിട്ടും. ഇതിനകത്തോട്ട് ഞാൻ അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളി ഇടുക. ഒരു വലിയ തക്കാളിയുടെ കണക്ക് മതിയേ. ഇപ്പം എല്ലാം ഞാൻ ഇച്ചിരി കൂടുതൽ കരുതിയെന്നേ ഉള്ളൂ. ഇനിയുള്ളത് എന്താണെന്ന് വെച്ചാൽ തീ ഇച്ചിരി കൂട്ടി വെച്ചേച്ച് ഈ തക്കാളി, നമ്മൾ ചേർത്തേക്കുന്ന തക്കാളി കുറച്ചൊന്ന് ഉടയണം. അതിങ്ങനെ ഒരു എന്നാ പറയുക, തിക്ക് ഗ്രേവി പോലെ ആവുകയല്ലേ എന്ന് പറഞ്ഞ പോലെ ഈ തക്കാളി ആക്കിയെടുക്കണം. കണ്ടോ, നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് പെട്ടെന്ന് ഉടഞ്ഞ്, ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്താലും പെട്ടെന്ന് ഉടഞ്ഞു കിട്ടുവേ. തക്കാളി ഒരു ഇച്ചിരി പെട്ടെന്ന് വെന്ത് കിട്ടാനാന്നേൽ നമുക്ക് അതിനകത്തോട്ട് ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അന്നേരം അതും ഒരു എന്താ പറയുക, അതിനൊരു സപ്പോർട്ടും കൂടെയാണേ, ഇച്ചിരി ഒന്ന് വേഗാവാനായിട്ട്. വേണ്ട, കണ്ടോ ഞാൻ പറഞ്ഞില്ലേ, ആ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേന് അതങ്ങ് പെട്ടെന്ന് അങ്ങ് മാഷ് ആവും. ഇനി ഇതിനകത്തോട്ടാണ് നമ്മൾ ഈ അരച്ച് വെച്ചേക്കുന്ന മസാല ചേർക്കാൻ പോകുന്നത്. വേണ്ടേ, തക്കാളിയൊക്കെ നല്ലതായിട്ട് അങ്ങ് ഉടഞ്ഞു. ഇനിയിപ്പോൾ അഥവാ ഇത്രയും ഉടഞ്ഞ് വേണ്ടാന്നുണ്ടെന്നുണ്ടെങ്കിൽ തക്കാളി അരച്ച് ചേർക്കാം, അതും ചെയ്യാം കേട്ടോ. ഇച്ചിരി വെള്ളം രണ്ട്, ഈ ബാക്കി വന്നതും കൂടെ ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ചേച്ച് അരപ്പ് ഫുൾ ഇതിനകത്തോട്ടാക്കുവാണേ. ഓക്കെ, ഇനി എന്നാന്ന് വെച്ചാൽ ഈ അരപ്പ് ഒന്ന് വേവണം. അതായത് നമ്മുടെ തേങ്ങ മൊരിഞ്ഞിട്ടുണ്ട് ഇല്ല എന്നല്ല, പക്ഷേ എന്നാലും ഈ അരപ്പൊന്ന് ആ വെള്ളം വറ്റി നമ്മൾ ഒഴിച്ച എണ്ണ ഒന്ന് തെളിയണ്ടേ, എന്നിട്ട് നമുക്ക് പനീറും ഇട്ടിട്ട് അടച്ചു വയ്ക്കാം. ഇതുവരെ ദൈവം അനുഗ്രഹിച്ച് ഞാൻ ഉപ്പ് ചേർത്തില്ല അല്ലേ, അതുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ ഒരു ഇച്ചിരി ഉപ്പ് ചേർക്കുക. കാര്യം നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ ചീസൊന്നും ഇല്ലാത്തതുകൊണ്ട് ഉപ്പൊന്നുമില്ല, അതുകൊണ്ട് ഇനി ഉപ്പ് ചേർത്താലേ കറിക്ക് ഉപ്പ് വരുവുള്ളൂ. ഒത്തിരി ഉപ്പിടുന്നില്ല, പിന്നെ നോക്കി വെച്ചാൽ ഞാൻ ഇടത്തുള്ളൂ. ഇനി ഈ അരപ്പൊന്ന് ഇച്ചിരി ആ ഒഴിച്ച എണ്ണയൊന്ന് ഇപ്പോൾ തെളിഞ്ഞു വന്നേച്ചാൽ മതി. ഇതിനകത്തോട്ട് ഒരു ശകലം കറിവേപ്പില ഇടണം. വേണ്ട എന്ന് പറഞ്ഞാലും
കുട്ടിയിടും എന്ന് പറഞ്ഞ പോലെ ഞാനിടും. കാര്യം എൻ്റെ ഒരു മണമൊക്കെ വരുമ്പോഴത്തേന് ആ കറിവേപ്പില ചെല്ലുമ്പോഴുള്ള രുചിയുണ്ടല്ലോ. ഞാൻ ഇപ്പം നോക്കിയാൽ അറിയാം, എൻ്റെ ഈ നമ്മൾ ഒഴിച്ചിരുന്ന എണ്ണ, ആദ്യം ഒഴിച്ച എണ്ണ ഒരു ഇച്ചിരി സൈഡിൽ നിന്ന് ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ടല്ലേ. ഇതേണ്ടേ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ആ കറികൾ നല്ല ഒരു കട്ടി പരുവായേ. ഇനിയാണ് ഞാൻ ഇച്ചിരി പനീർ ഇടാൻ പോവാ. തീ ഒരു ഇച്ചിരി കുറച്ചേച്ച് ഇടാം, അല്ലെങ്കിൽ ഉണ്ടല്ലോ ഈ പാത്രവും ചൂടാ, ഭയങ്കരമായിട്ട് കട്ടിയുള്ള പാത്രം. അന്നേരം അത് ചൂടാ. അടുപ്പ് ഞാൻ പറഞ്ഞു ഭയങ്കര ചൂടാന്ന്. അതുകൊണ്ട് ഒരു ഇച്ചിരി 2-3 പനീർ. കാരണം പനീറിനകത്തൊന്നും ഇല്ല, ഒരു ഫ്ലേവറും ഇല്ല, ഉപ്പുമില്ല, ഒന്നുമില്ലാത്തൊരു സാധനമാണ്. അന്നേരം ഇതിനകത്തെല്ലാം ഒന്ന് പിടിക്കണ്ടായോ, അതിനുള്ള ഒരു സമയം നമ്മൾ അതിന് കൊടുക്കണം. അപ്പം ഇങ്ങനെ ചെയ്താൽ പറ്റത്തില്ല. അതിനകത്തോട്ട് ഒരു ഇച്ചിരി ഞാൻ വെള്ളം ഒഴിക്കുക. പനീറിനകത്ത് നല്ലതായിട്ട് കോട്ടായി. ഇനി ഇതിനൊരു ഗ്രേവി വേണം. നമ്മൾ ഒഴിച്ച വെള്ളം എണ്ണയൊക്കെ തെളിയണം. ആ പനീറിനകത്ത് എല്ലാം ഒന്ന് പിടിക്കണം. അതിനുള്ള സമയം നമ്മൾ ഈ കറിക്ക് നല്ലോണം കൊടുത്തേക്കത്തുള്ളൂ. അപ്പോഴത്തേക്ക് എന്താ അറിയോ, ആ പനീറിനകത്തും എല്ലാം ഒന്ന് പിടിക്കും. അല്ലെങ്കിൽ പനീറിന് ഒരു ടേസ്റ്റും ഇല്ലാതെ, ഒരു രുചിയും ഇല്ലാതെ ഇരിക്കും. അതൊക്കത്തില്ല. ഇത്രയേ ഉള്ളൂ നമ്മുടെ ചെട്ടിനാട് പനീർ കറി. പക്ഷേ ഇത് ഈ പറഞ്ഞ പോലെ ഞാൻ കറിവേപ്പില കുറച്ചുകൂടി ഇടും, അതറിയാമല്ലോ. എനിക്ക് ഇങ്ങനത്തെ കറികളൊക്കെ വെക്കുമ്പോഴത്തേനും ഒത്തിരി ഇഷ്ടമാണ്. മല്ലിയിലയൊക്കെ നമ്മുടെ ഇഷ്ടമാണ്, അതൊരു ഗാർണിഷിങ് മാത്രമേ ഉള്ളൂ, അതിൻ്റെ ഫ്ലേവർ വേണം എന്നില്ല. പക്ഷേ ഗാർണിഷ് ചെയ്യുമ്പോഴും കറിവേപ്പില വെച്ച് ഗാർണിഷ് ചെയ്താൽ കുറച്ചുകൂടെ നല്ലതാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഈ പറഞ്ഞ പോലെ കറിവേപ്പില മാക്സിമം ഇതിനകത്ത് പോവുക ദാൻ മല്ലിയില. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത്? ഇത്രയും വലിയൊരു ലെജൻഡ് വരുമ്പോൾ നമ്മൾ നല്ല കുട്ടികളായിട്ട് നമ്മുടെ വീട് വൃത്തിയാക്കണം, അടുക്കള വൃത്തിയാക്കണം. അടുക്കളയുടെ ഐശ്വര്യമാണ് നമ്മുടെ വീടിൻ്റെ ഐശ്വര്യം. അപ്പോൾ പനീർ വേവുന്ന സമയം ഞാനിവിടെ എല്ലാം വൃത്തിയാക്കാം. നമുക്ക് അദ്ദേഹവുമായിട്ട് നമ്മുടെ ഡൈനിങ്ങിൽ കാണാം. നമസ്തേ സർ. നമസ്തേ സർ. എനിക്കിന്ന് ഭയങ്കര ഒരു എന്താ പറയുക, എൻ്റെ ആനീസ് കിച്ചൺ ഇന്ന് ഭയങ്കര ബ്ലെസ്ഡ് ആണ്. കാര്യം എന്താ വെച്ചാൽ സാറ് ഇന്ന് എൻ്റെ ആനീസ് കിച്ചണിൽ വന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷം. നല്ലൊരു ദിവസമല്ലേ, നാളെ വൃശ്ചികം 1 തുടങ്ങുന്നു. നമുക്ക് ഭഗവാന്റെ നാമത്തിലൊരു പാട്ട് ആയാലോ സർ? ഒന്നല്ല നൂറല്ല പൊന്നമ്പലം, നിനക്കായിരമായിരം പൊന്നമ്പലം. ഒന്നല്ല നൂറല്ല പൊന്നമ്പലം, നിനക്കായിരമായിരം പൊന്നമ്പലം. സാറിൻ്റെ ഈ ലൈഫ് ജേണി, അതായത് ഒരു മ്യൂസിക് തുടങ്ങി കുഞ്ഞുനാൾ മുതലെയാണ്. സാറിൻ്റെ ഒരു ജേണിയെ കുറിച്ച് ഒന്ന് സാർ ഞങ്ങൾക്ക് പറഞ്ഞു തരും. ഞാൻ ജനിക്കുമ്പോഴേ സംസാരിച്ചു തുടങ്ങിയ സമയം മുതൽ എന്നിൽ സംഗീതത്തിൻ്റെ അംശമുണ്ട്, എന്തോ അങ്ങനൊരു കാര്യം, ഒരു ബ്ലെസ്സിങ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയത് എൻ്റെ അച്ഛനും വീട്ടിലെ കാരണവരായിട്ടുള്ള ഒരാളാണ്. അച്ഛനെ ഒന്നുപോലെ കൊണ്ടു നടക്കുന്ന ഒരു മുത്തച്ഛൻ ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് ശാസ്ത്രീയ സംഗീതത്തിൻ്റെ ആചാര്യനും എന്നെ ബാലപാഠം പറഞ്ഞു തന്ന് പഠിപ്പിച്ചതും അദ്ദേഹം. അച്ഛൻ നന്നായിട്ട് പാടുമായിരുന്നു. അച്ഛൻ ഒന്നും പഠിച്ച ആളല്ല, പക്ഷേ സംഗീതത്തെക്കുറിച്ച് ഏത് രാഗം നിഷ്പ്രയാസം കേട്ടാൽ മനസ്സിലാവുകയും ആ പാട്ട് പാടുകയും ചെയ്യും. അപ്പം അത്ര ഒരുപാട് ആൾക്കാരൊക്കെ വീട്ടിലൊക്കെ വന്ന് താമസിക്കുമ്പോൾ അച്ഛനിങ്ങനെ ഓരോ ശ്ലോകങ്ങളും ഓരോ രാഗത്തിൽ 5 മണി മുതൽ തുടങ്ങും. രാവിലെ വെളുപ്പിന് 5 മണി മുതൽ ആരും വന്നാലും 5 മണി കഴിച്ചാൽ ഉറങ്ങാൻ പറ്റില്ല. അച്ഛൻ്റെ ഈ ശ്ലോകം കേട്ടിട്ട് വേണം അവർക്ക് എടുക്കണമെങ്കിൽ. അപ്പോൾ അത് ഓരോ രാഗത്തിൽ വൃത്തിയായിട്ട് ഇങ്ങനെ പാടും. അപ്പോൾ ഇത്രയും ജ്ഞാനമുണ്ടായിരുന്ന ആൾക്ക് മക്കൾ 7 മക്കളുണ്ടെങ്കിലും മൂത്ത ആൾ ഞാനായപ്പോൾ എന്നിലത് ഉണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ എന്നെ ഇത് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് വെച്ചിട്ട് അവർ എനിക്കൊരു വഴി ഉണ്ടാക്കി തന്നു. എന്നെ സംഗീതം പഠിപ്പിക്കാനൊക്കെ ശ്രമിച്ചു. അവരുണ്ടാക്കിയ പാതയും അവർ എന്നെ നയിച്ച വഴിയും 100% സത്യസന്ധമായിട്ട് ആ വഴിയിലൂടെ സഞ്ചരിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്നും നമുക്ക് ആ വഴിയിൽ നിൽക്കാൻ പറ്റുന്നു. പാട്ടുകാരനാണെങ്കിൽ പാട്ടുകാരനാകുന്നു, സംഗീത സംവിധാനമാണെങ്കിൽ അങ്ങനെ. ഏത് വഴി വേണമെന്നുള്ളത് തീരുമാനം നമ്മുടെ ഭാഗത്തുണ്ടാകുന്നത് വഴി തെളിഞ്ഞു വരുമ്പോഴാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അതിൽ പാട്ടുകാരാകാൻ ആഗ്രഹിച്ച് ചെറുപ്പം മുതലേ പാടി തുടങ്ങി 8 വയസ്സിലൊക്കെ നന്നായി പാടും. എൻ്റെ ഒരുപാട് ആൾക്കാർ സൈക്കിളിലൊക്കെ ഇരുത്തി കൊണ്ടുപോയിട്ടേ ട്രൗസറൊക്കെ ഇട്ട് നിൽക്കുന്ന സമയത്ത് സൈക്കിളിൻ്റെ തണ്ടിൻ്റെ മുകളിലേക്ക് ഇരുത്തിയിട്ട് എന്നെ കൊണ്ടുപോകും പാട്ട് പാടാൻ ഓരോ വേദികളിലൊക്കെ. അതൊക്കെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത നിമിഷങ്ങളാണ്. അന്നും ഞാൻ പാടിയിരുന്നു. അങ്ങനെ ഇപ്പം ഇത്രയും കാലമായി, 79 വയസ്സായി. 5 മാസം ആകുമ്പോൾ 80 ആവും.
അപ്പം ഇത്രയും കാലമായപ്പോഴും പാടാൻ പോയ ആൾക്ക് പാട്ടില്ലാതെയും പാടണമെന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിലും സ്വന്തമായി ഉണ്ടാക്കി പാടിക്കൊള്ളാന്നല്ലാണ്ട് ആരും നോക്കാറില്ല. എന്നിട്ടിപ്പോൾ കേരള ഗവൺമെൻറ് എന്നെ ഒരു നല്ല ഗായകനായിട്ട് സംസ്ഥാന ഗവൺമെൻറ് തന്നിരിക്കപ്പോൾ അപ്പോൾ പിന്നെ ഈ വഴിയിലൂടെ സഞ്ചരിക്കാന്ന് വെച്ചാൽ വരികൾ കേൾക്കുക, വരികൾക്ക് സംഗീതം ചെയ്യുന്നതിൻ്റെ ഗ്രേറ്റ്നെസ് മനസ്സിലാക്കി എന്താണോ വരിയിൽ പറയുന്ന ആ സാഹിത്യത്തിൻ്റെ അതിൻ്റെ ആ വരികളുടെ ആശയം എന്ത്, അതിൻ്റെ വ്യക്തത എന്ത്, അത് മനസ്സിലാക്കുകയും അതിനനുസരിച്ചുള്ള ഈണം ചെലുത്തി വെക്കുകയും ചെയ്യുന്നൊരു സംഭവം ഉണ്ടല്ലോ. അത് ചെറുപ്പം വരെ എന്നിലും ഉണ്ട്, ഞാൻ ഉണ്ടാക്കിയതല്ല. ഇതൊക്കെ ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷയങ്ങളാണ്, പ്രത്യേകിച്ച് സംഗീതം. അപ്പം എന്നിലുണ്ടെന്ന് മനസ്സിലാക്കി അച്ഛനും ഗുരുനാഥനായിട്ടുള്ള മുത്തച്ഛനും എന്നെ നയിച്ചു കൊണ്ടുപോയത് നന്നാക്കി കൊണ്ടുവരണം എന്നുള്ള നിലയ്ക്ക്. അവരൊന്നും ഇപ്പോൾ ആരും ഇല്ലല്ലോ. ഞാൻ ആ വഴിയിൽ സഞ്ചരിച്ചു. ഇപ്പോൾ ഈ നിമിഷം വരെ ഇങ്ങനെയായി. അല്ല, അത് നമ്മുടെ പ്രവർത്തനം. ഏത് ആൾക്കാരോടും പറയാനുള്ളത്, എന്ത് മേഖലയിൽ നമ്മൾ പണിയെടുക്കുകയാണെങ്കിലും നമ്മളാകണമെങ്കിൽ സുന്ദരമായി ആ കാര്യം മനസ്സിലാക്കാൻ ശ്രമിക്കുകയും പ്രാക്ടീസ് ചെയ്ത് എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് മനോഹരമായിട്ട് ചെയ്ത് മറ്റുള്ളവരെ ഫലിപ്പിച്ച് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കണം. അതല്ലേ ശരി? നമ്മൾ ഇന്നത് ചെയ്യുന്ന പറഞ്ഞാൽ ചെയ്ത് കാണിക്കൂ. അത് ചെയ്ത് കാണിക്കുമ്പോൾ അത് മനസ്സിലാക്കണം, അത് ജനങ്ങൾ മനസ്സിലാക്കണം. അപ്പം ആ രീതിയിൽ പ്രവർത്തിക്കുക. ഇന്നും ആ വഴിയിൽ ഒരു ഇടതടവില്ലാണ്ട് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോഴും ഞാൻ വേണമെന്ന് പറയുന്ന സ്ഥലത്തൊക്കെ ഞാൻ ഉണ്ട്. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ഇന്ദ്രൻസിന് വേണ്ടി ഒരു പാട്ട് ഞാൻ പാടണം എന്ന് പറഞ്ഞ് എം ജയചന്ദ്രനെ വിളിക്കുക. ഞാൻ കുട്ടനാ വിളിക്കാനാ. അപ്പോൾ ആ ആള് വിളിച്ചപ്പോൾ മാഷ എനിക്കൊരു പാട്ട് പാടിത്തരണം മാഷോ. ഞാനോ ചോദിച്ചു. ആ മാഷ എനിക്ക് പാടിത്തരണം. ഞാൻ മതിയോ? മാഷ് മതി എന്ന് പറഞ്ഞു. എവിടെയാ നോക്കുക? അപ്പോൾ തിരുവനന്തപുരത്ത് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ചെന്ന് പാടാൻ ശ്രമിച്ചു, പാട്ട് പറഞ്ഞു, പാടി. എന്തിനേറെ പറയുന്നു, അത് ഭയങ്കര ഹിറ്റായി. 4 വരി പാട്ട് നമ്മുടെ ഭാവഗായകൻ ജയേട്ടനും പാടി. അങ്ങനെയാണ് പാട്ട്. അങ്ങനെ പാട്ടുകാരനാകാൻ ആഗ്രഹിച്ചിട്ട് ജനങ്ങൾ കേട്ടത് ഈ പാട്ടാണ്. ഈ പാട്ട് ജനങ്ങൾക്ക് ഭയങ്കര സ്വീകാര്യമായി, ഭയങ്കര ഹിറ്റായി. കണ്ണ് നട്ട് കാത്തിരുന്നിട്ടും, കണ്ണ് നട്ട് കാത്തിരുന്നിട്ടും, കണ്ണ് നട്ട് കാത്തിരുന്നിട്ടും എൻ്റെ കരളിൻ്റെ കരിമ്പ് തോട്ടം കട്ടെടുത്തതാരാണ്? ഓ, കട്ടെടുത്തതാരാണ്? പൊന്നുകൊണ്ടു വേലി കെട്ടിയിട്ടും എൻ്റെ കൽക്കണ്ട കിനാവ് പാടം കൊയ്തെടുത്തതാരാണ്? ഓ, കൊയ്തെടുത്തതാരാണ്? ദേവി, എപ്പോഴാണ് സാർ ഈ വഴി തിരിഞ്ഞ കമ്പോസിംഗിലേക്ക് മാറിയത്? അത് നമ്മളിങ്ങനെ ഈ ദേവരായ മാഷ് ഉണ്ടാക്കുന്നതിൻ്റെ ഗ്രേറ്റ്നെസ് മനസ്സിലാക്കിയിട്ട് ഈ മനുഷ്യൻ ആരാണ്, ഇത് എന്തൊരു ഗ്രേറ്റാ. ഒരു 8 വരിയോ 10 വരിയോ 12 വരിയോ 16 വരിയോ വരികളുടെ അർത്ഥം ചോർന്നു പോകാതെ അതിന് സംഗീതം ചേർത്ത് വയ്ക്കുക. അത് 100% സത്യസന്ധമായിട്ട് അത് തന്നെയാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുക. അത്തരത്തിലുള്ളൊരാളെ വളരെ ചെറുപ്പത്തിൽ ഞാൻ മനസ്സിൽ ആരാണെന്ന് അന്വേഷിച്ചു. അപ്പം എൻ്റെ ചെറുപ്പത്തിൽ അങ്ങനെയുള്ള അന്വേഷണങ്ങളാണ്. നോക്കിയപ്പോൾ ഈ ജി ദേവരാജൻ എന്ന് പറയുന്ന ആളാണ് ഇങ്ങനെ ഈ നാടകപ്പാട്ടും ഈ പാട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് മനസ്സിലാക്കിയപ്പോൾ അങ്ങേരെ കാണുന്നതോട് ഞാൻ നാട്ടിലോട്ട് പോയതാ. വീട്ടിൽ പറഞ്ഞില്ലേ? അപ്പോൾ ആരോടും പറയണ്ടത്. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നാട്ടിലോട്ട് പോയി. ഇങ്ങേരെ കാണാനുള്ള മനസ്സിൻ്റെ ആ വെപ്രാളം പോയി കണ്ടപ്പോൾ ഉണ്ടായ സംഭവമാണ് ഇത്. എന്നെ പാടിക്കുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ച് സിനിമയ്ക്കകത്ത് പാടിക്കുന്നു. അപ്പോൾ അദ്ദേഹം മഹാനാണ്. ആരാണ് ഈ സ്റ്റഫുള്ള ആള്? ഇങ്ങനെ എന്താണെന്ന് മനസ്സിലാക്കാതെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണ്ട. നമ്മളെക്കുറിച്ചുള്ള ധാരണ അദ്ദേഹത്തിന് കണ്ട മാത്രയിൽ പാടി കേട്ടപ്പോൾ മനസ്സിലായി ഉണ്ടാകണം എന്നല്ലേ ധരിക്കണ്ടേ. അങ്ങനെ വിളിച്ച് ഭരണി സ്റ്റുഡിയോയിൽ പോയിട്ട് പാട്ട് റെക്കോർഡിങ് 2 ദിവസം റിഹേഴ്സലാണ്. മെഹബൂബിനോടൊപ്പമാണ് അത് പാടി. 25 റുപ്യ പ്രതിഫലം തന്നിട്ട് വിട്ടിട്ട് നീ മതി, ഇനി നീ ഇവിടെ നിൽക്കണ്ട, പൊക്കോ, നാട്ടിൽ പോ, ഇവിടെ നിന്നാൽ കേടുവരും, ഇവിടെ നിൽക്കണ്ട, അവിടെ പോയി പുഷ്പഗിരി വൈദ്യ എന്ന് പറഞ്ഞ ആളുണ്ട്, അവിടെ പോയി പഠിക്കേ
ഇനിയും പഠിക്കാൻ ക്ലാസിക്കൽ മ്യൂസിക് അവിടെ ചെന്ന് പഠിക്കാൻ പറഞ്ഞ് വിട്ടുവന്നു. അപ്പോൾ എന്തെങ്കിലും മനസ്സിലാക്കാൻ കാര്യം ഉണ്ടെങ്കിൽ മനസ്സിലായാൽ, ഇവൻ അങ്ങനെ മനസ്സിലായാൽ വെറുതെ നിൽക്കുന്ന ആളല്ല. മനസ്സിലായി അദ്ദേഹത്തിന്. എന്തെങ്കിലും തരത്തിൽ എന്തെങ്കിലും കഴിവുണ്ട്, ഇവൻ എന്തെങ്കിലും മേൽഗതിയിൽ വരും എന്നുള്ള ധാരണ അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാവണം. മനസ്സിലായി, തീർച്ചയായിട്ടും എന്നായിരിക്കും ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ വന്നു, അതേ പറഞ്ഞതുപോലെ വന്നു ഇവിടെ ഈ ഭാഗവതരുടെ അടുത്ത് നിന്ന് പഠിക്കാൻ പോയി. പിന്നെ എന്നെ പാട്ട് പാടിക്കുന്നില്ല. അപ്പം ഞാൻ ഈ നാടകത്തിനും നൃത്ത പരിപാടിക്കൊക്കെ പോകുന്നുണ്ട്, പാടാനും ഹാർമോണിയം വായിക്കാനൊക്കെ. അപ്പോൾ ഒക്കെ പാട്ടുണ്ടാക്കുന്ന രീതിയിലേക്ക് ഞാൻ മാറിയിട്ടുണ്ട്. 2-4 വരി കിട്ടിയാൽ അപ്പോൾ അതൊരു ട്യൂൺ ഉണ്ടാക്കി നോക്കി. അങ്ങനെ അർജുന മാഷ് ചെയ്യുന്ന ഒരു ബാലയ്ക്ക് മാഷ് നാടകത്തിൻ്റെ തിരക്കാരൻ വരാൻ പറ്റാണ്ടായപ്പോൾ ആ കുമരകൻ രാജപുരത്തുള്ള ശിഷ്യനും അവർക്ക് വരാൻ പറ്റില്ല. അപ്പം എന്നെ ഈ ക്ഷേമാവതിയുടെ ട്രൂപ്പിൽ അവിടുത്തെ പ്രസിഡൻ്റായിരുന്ന ആളുണ്ട്, ഡോക്ടർ ഇമ്മട്ടി ലോനപ്പൻ. അദ്ദേഹം പറഞ്ഞു, ക്ഷേമേ, ഈ ഇത്രയും ആൾക്കാരോട് ആഹാരം കഴിച്ചുകൂടെ കിടന്നു തുടങ്ങിയിട്ട് കാര്യമില്ല, ബാക്കിയുള്ള സീനൊക്കെ വേണ്ടേ, അർജുനൻ തിരക്കാ, ആ പെട്ടിയെടുത്തതൊക്കെ മുരളിക്ക് വെച്ചു കൊടുത്ത് അവനോട് ആ സീൻ ഉണ്ടാക്കാൻ പറഞ്ഞേ എന്ന് പറഞ്ഞിട്ട് ഇമ്മട്ടി ഡോക്ടർ പറഞ്ഞിട്ട് ഞാൻ പോയിട്ട് 5-6 സീനിൽ പാട്ടുണ്ടാക്കിയിട്ട് മാഷ് വന്നിട്ട് റെക്കോർഡ് ചെയ്ത് കൊടുത്ത് ഏൽപ്പിച്ചു. അപ്പം മാഷും ശിഷ്യനും കേട്ടപ്പോൾ ഒന്നും പറയാനില്ല, അത് മാറ്റി അടുത്ത നോക്കി. അപ്പം മാഷ പേരിൽ ഈ സാധനം ചെയ്യാൻ എന്നെ, അതൊരു ആത്മവിശ്വാസത്തിൻ്റെ ഭാഗമല്ലേ. തീർച്ചയായിട്ടും. അപ്പോൾ അത് ഓക്കെയാ, ഒന്നും ചെയ്യാമല്ലോ അത് എന്ന് പറഞ്ഞ് ജീവിക്കാൻ പറ്റിയ ഒരു അനുഗ്രഹം ഉണ്ടായി. പിന്നെ കാണപ്പെട്ട ദൈവം എൻ്റെ അങ്ങോരാ അർജുന മാഷ്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് പാട്ടുകൾ നമുക്ക് എന്നെ കൊണ്ട് ചെയ്യിക്കുകയും മാഷ പേരിൽ ഞാൻ ഇറക്കിയിട്ടുണ്ട്. മാഷ് തന്നെ ഒരു വരി ഉണ്ടാക്കി തന്ന് ട്രിവാൻഡ്രത്ത് ഞാൻ മകൻ്റെ അടുത്തേക്ക് കൊടുക്കും. മക്കള് പോയിട്ട് അവിടെ പോയിട്ട് അത് പാടിയാൽ മതി, ബാക്കിയൊക്കെ ഉണ്ടാക്കിക്കോ, ഇതാണ് അതിൻ്റെ കാര്യം തൊട്ട് തന്നായിരിക്കും. അപ്പം ഞാൻ കൊണ്ട് അത് വിശ്വാസത്തിൻ്റെ ഒരു തീർച്ചയായിട്ടും അനുഗ്രഹമാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് ഈ രംഗത്ത് ഈ വരികൾ കിട്ടിക്കഴിഞ്ഞാൽ അതിന് സംഗീതം ചെയ്യുക എങ്ങനെയാണെന്നുള്ളതിന് ആ വഴിയിലിടയ്ക്ക് ഞാൻ പാട്ട് പാടാനാണ് ചാൻസില്ല. പാട്ട് ഞാൻ ഉണ്ടാക്കുമ്പോൾ ഞാൻ തന്നെ പാടും. ഞാൻ തന്നെ ഉണ്ടാക്കി പാടി വീട്ടിലിരുന്ന് പാടിയ കാര്യമില്ലല്ലോ. അങ്ങനെയാണ് നമ്മളെ ഈ രംഗത്തേക്ക് വരാണ്ടായ ഒരു കലാമണ്ഡലം ഹൈദരാലിൻ്റെ കൂടെ പാടാൻ ആളുണ്ട്. ഞാൻ ഹാർമോണിയം വയ്ക്കാൻ പള്ളുരുത്തി നാട് മൃദംഗം, അങ്ങനെ നല്ല ടീമാണ്. ഞാനും ഹൈദരാലിൻ്റെ ഒരു മുറിയിലുണ്ട്. അപ്പോൾ ഹൈദരു ഞാൻ വിളിക്കാം, ഹൈദരു യേശുദാസിന് പാടാൻ വേണ്ടി ഒരു സാധനം മെലഡി ഉണ്ടാക്കിയിട്ടുണ്ടാ, നീ ഒന്ന് കേട്ടോ, നമുക്ക് അതിൻ്റെ അഭിപ്രായം നിനക്ക് എങ്ങനെ തോന്നുന്നു പറയാൻ പറഞ്ഞു. ആരും കേൾപ്പിച്ചില്ലേ. രാവിലെ തന്നെ എണീറ്റ് ഹാർമോണിയം എടുത്ത് വെച്ച് ഞാൻ പാടി. അപ്പോൾ ഭയങ്കരമായിട്ട് ആസ്വദിച്ചിട്ട് ഒന്നുകൂടി ആ പല്ലു ഒന്നുകൂടി പാടിയാൽ നോട്ടു എന്നെ കൊണ്ട് ഒന്നുകൂടി പഠിച്ചു. പാടി കഴിഞ്ഞപ്പോൾ ആൾ പറയാം, ഇടാ ഇത് ആൾ പാടിയ സൂപ്പർ ഹിറ്റാ. അതാണ് ആദ്യം ചെയ്യുന്ന സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ ഫസ്റ്റ് സോങ്. കൽപ്പാന്തകാലത്തോളം കാതരേ നീയൻ മുന്നിൽ കൽഹാരവുമായി നിൽക്കും, കല്യാണരൂപനാകും കണ്ണൻ്റെ കരളിന് കവർന്ന രാധികയെ പോലെ, കവർന്ന രാധികയെ പോലെ. എൻ്റെ ദേവി, ഇങ്ങനെയാണ് ആ പാട്ട് ജനം അത് സ്വീകരിച്ചു. അന്നൊക്കെ ഈ പാട്ടുണ്ടാക്കുന്ന സമയത്തേ കെ രാഘവൻ, ദക്ഷാമൃതസ്വാമി, അർജുന മാഷ്, ദേവരായ മാഷ്, MS വിശാൻ ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയമാണ്. ആ സമയത്താണ് ഇങ്ങനെ ഒരു പാട്ടുണ്ടാക്കാൻ ഞാൻ ചെന്ന് എനിക്കൊരു അവസരം കിട്ടുന്നത്. അതിൽ 4 ഡിഫറെൻറ്റ് വെറൈറ്റിയാണ്, 4 സൂപ്പർ ഹിറ്റാണ്. അത് ജനങ്ങൾക്ക് നമ്മുടെ വഴിയിലൂടെ ഞാൻ അറിയാതെ അറിഞ്ഞോ അറിയാതെ ഞാൻ ഉണ്ടാക്കിയ വഴി, എൻ്റെ വഴി എൻ്റെ തന്നെ. ഇപ്പൊ പാടിയ പാട്ടിന് തന്നെ അതിനൊരു റൈമിംഗ് ഇല്ല, എല്ലാം കാ വെച്ച് തുടങ്ങി, എല്ലാം കാണും. അതാണ് ആ വരിയുടെ ഗ്രേറ്റ്നസ്. എന്തൊരു അത്ഭുതം പറയാം. കാ 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 കാ. അത്ര ഭംഗിയായിട്ട് കായിലൊന്നൊരു പാട്ടില്ല. വരികൾ എഴുതുമ്പോൾ നമ്മൾ അവരുമായിട്ട് ഇരിക്കുമല്ലോ സാർ, അപ്പൊ അതുമായിട്ടുള്ള സിങ്ക് എങ്ങനെയാണ് സാർ? പാട്ടിന്റെ വരി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഒരു പാട്ട് എന്ന് പറയുന്നത് ഈ വരികളാണ് ഏറ്റവും മുഖ്യം. അതാണ് മെലഡി, അതാണ് ശരീരം. അതിന് ജീവൻ വെപ്പിക്കുക, അത് ഒരു ഈണം അതിൽ ചെലുത്തി വെക്കാന്നാണ് ഒരു പാട്ട്. അത് വൃത്തിയും വെടിപ്പുള്ളൊരു വരിയാണെങ്കിൽ അതിലേക്ക് ചേരുംപടി ചേർന്ന് കഴിഞ്ഞാൽ അത് ലോകപ്രശസ്തമായിട്ട് നിൽക്കും, ജനങ്ങൾക്ക് ഉള്ളിൽ നിൽക്കും. അത് സാറിന്റെ ബേസ് അതാണ് സാർ. അതാണ് ഞാൻ പറഞ്ഞ
ഞാൻ തിരുത്തി വരികൾ പരിശോധിച്ചിട്ട് അല്ലാണ്ട് ഒറ്റ പാട്ട് ഇതുവരെ ചെയ്തിട്ടില്ല. എൻ്റെ പ്രേക്ഷകരോട് ഒരു പുതിയ അറിവ് പറയാം. കാര്യം നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ലാലേട്ടൻ്റെ ഗുരുവും കൂടിയാണ് ഇദ്ദേഹം. പാട്ട് ആദ്യം അദ്ദേഹത്തെ പഠിപ്പിച്ചത് തീർച്ചയായിട്ടും മാസ്റ്ററാണ്. സർ, ലാലേട്ടനെ പഠിപ്പിച്ച ആ ഒരു അനുഭവം ഞങ്ങളോട്ടൊന്ന് പറയുമോ? അല്ല, ഞാനത് വീട്ടിൽ പോയിരുന്ന് ഇഡ്ഡലിയൊക്കെ കഴിച്ച് അവിടെ നിന്ന് വീട്ടിൽ അപ്പോൾ ഹാർമോണിയൊക്കെ എടുത്ത് വെച്ച് പാട്ട് നമ്മൾ പാടാനുള്ള ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, പാദമുദ്ര നൃസിപ്പിക്കാം. അപ്പോൾ അത് കുറേ പ്രാവശ്യം അങ്ങനെ പാടുന്ന ഓരോ വരിയൊക്കെ ആൾ റിപ്പീറ്റ് ചെയ്ത് പാടി നോക്കി ശരി മാസ്റ്റർ അത് ഒന്ന് പാടി വെച്ചാൽ ഞാനൊരു 1 മണിക്കൂർ കഴിഞ്ഞാൽ തരങ്ങയിലേക്ക് വരാം, ഇത് കേട്ടൊന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ അങ്ങനെ ആയിക്കോട്ടെ ഞാൻ പേപ്പറൊക്കെ പാടി വെച്ചിട്ട് എല്ലാം സെറ്റപ്പ് ചെയ്ത് ഇതിനു വേണ്ടി ഇരിക്കുക. ഒരു വണ്ടി വന്നു ആദ്യം വന്നു നോക്കിയപ്പോൾ അതിൽ നിന്ന് MG ശിവകുമാർ ആദ്യം ഇറങ്ങി. പിന്നെ പിന്നീന്ന് ഇറങ്ങും മാസം. ഇനിയിപ്പോൾ ഞാൻ പാടി ശരിയായില്ലെങ്കിലേ ജോലി മുടക്കണ്ട, അവനെ കൊണ്ടെങ്കിലും പഠിക്കാലോ. അതുകൊണ്ട് ഞാൻ ഈ ജോലി തകരാറാവണ്ടല്ലോ വെച്ചിട്ട് ഞാൻ അവരെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞോളൂ. അതൊന്നല്ല, അങ്ങ് ഗംഭീരമായിട്ട് പാടും, അങ്ങനെ പാടിയാൽ മതി. കുട്ടനൊക്കെ ധാരാളം പാട്ട് വേറെ പാടാലോ, ഇത് അങ്ങനെ പാടണം, അതാണ് നമ്മൾ തീരുമാനിച്ചത്. അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞൊരു അനുഭവം ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല. അതാള് അങ്ങനെ പാടി. പിന്നെ എന്ത് രസമായിട്ടാ പാടുന്നത്. അത് ശരിക്കും സാറിന് ഒരു അനുഗ്രഹം തന്നെ ലാലേട്ടനെ. പിന്നെ അത് കഴിഞ്ഞു അയ്യപ്പനും പഠിച്ചു. ഒരു അയ്യപ്പനും പഠിച്ചു ആളെ കൊണ്ട്. അത് ശരി. പിന്നെ അസലേ ഗംഭീരമായിട്ട് നടത്തുന്നത്. സാർ ഒത്തിരി പേരെ പാടുന്നവരെ കണ്ടിട്ടുണ്ടോ? ഒത്തിരി പേര് സാറിന്റെ ലൈഫിൽ കൂടെ വന്നു പോയിട്ടുണ്ട്. പക്ഷെ സാറിനൊരു ഇഷ്ടം, ഒരു വ്യക്തി, ഒരു പാട്ടുകാരനോട് ഇഷ്ടം തോന്നി, ഇങ്ങനെ നന്നാവണം എന്ന് പറഞ്ഞ് സാറ് മോൾഡ് ചെയ്തെടുത്തിരിക്കുന്ന ഒരു പാട്ടുകാരൻ ആരായിരിക്കും? അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. കാരണം എന്താ പറയുക, ഞാൻ വളരെ കുറച്ച് പാട്ടുകൾ ചെയ്തിട്ടുള്ള സിനിമയ്ക്കൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ അതല്ലാത്ത ഇതര ഗാനങ്ങൾ, ഭക്തി ഗാനങ്ങൾ, മാപ്പിളപ്പാട്ട്, ക്രിസ്ത്യൻ ഡിവോഷണൽ, അതേമാതിരി തന്നെ ദേവീ സോങ്ങുകൾ, അയ്യപ്പൻ, ഗുരുവായൂരപ്പൻ, ഓണം, ഇതൊക്കെ അനവധി ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഈ മറ്റുള്ള പ്രാദേശികമായിട്ടുള്ള ഒരുപാട് വർക്കുകൾ നമ്മളിപ്പോൾ വേലക്കാട്ട് എന്ന് പറഞ്ഞാൽ, ഞാൻ വേലക്കാട്ട് അമ്പലത്തിൻ്റെ പാട്ട് 10 പാട്ട് ഇപ്പോഴും സ്റ്റുഡിയോയിൽ 8-10 പാട്ട്. വലിയ എക്സാമ്പിൾ ആണല്ലോ സാർ ഓച്ചിറ അമ്പലത്തെ കുറിച്ച് സാർ എഴുതിയ ഒരു പാട്ട്. അതെന്താ പാട്ട്! അത് ശരിക്കും അവിടെ നമ്മൾ ആ അമ്പലത്തിൽ പോയില്ലെങ്കിൽ പോലും ആ പാട്ട് കേട്ടാൽ നമുക്ക് നിറവാ. നമ പാർവതീപദേ ഹരഹര മഹാദേവ ശ്രീശങ്കരനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും ഓങ്കാരമൂർത്തി ഓച്ചിറയിൽ, പരബ്രഹ്മമൂർത്തി ഓച്ചിറയിൽ. അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും ഓങ്കാരമൂർത്തി ഓച്ചിറയിൽ, പരബ്രഹ്മമൂർത്തി ഓച്ചിറയിൽ. എന്റെ ദേവി. അങ്ങനെ സാർ, എന്റെ മനസ്സിലൊരു 2 പാട്ടുണ്ട്. അപ്പൊ അതിന്റെ അനുഭവങ്ങൾ ഒന്ന് സാർ പങ്കുവെക്കണം ഞങ്ങളുമായിട്ട്. മറ്റേ എന്താ സ്വപ്നങ്ങളൊക്കെ പങ്കുവെക്കാം. ആ പാട്ടിന്റെ ഒരു അത് ഭാസ്കര മാഷായി ചെയ്തിട്ടുള്ള എവർ ലാസ്റ്റിംഗ് എവർ ഗ്രീൻ ആയിട്ടുള്ളൊരു സോങ്ങാണ്. കാരണം ലോകം മലയാളികൾ ലോകത്തിൽ എവിടെയൊക്കെ ഉണ്ടോ അവർക്കൊക്കെ അറിയാം ഈ പാട്ട്. അങ്ങനൊരു ഭാഗ്യത്തിൽ എൻ്റെ പേരിൽ നിൽക്കണം. AK ലോഹിദാസിൻ്റെ ആദ്യ സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് എഴുതി അതിനാണ്. പക്ഷേ ആ പാട്ടിൻ്റെ സ്ക്രിപ്റ്റ് എഴുതി പാട്ടുണ്ടാക്കി റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ഷൂട്ടിങ് തുടങ്ങിയിട്ട് 2 ദിവസം മുമ്പ് തെറ്റിപ്പറിഞ്ഞു. ഷൂട്ടിങ് വരാൻ തുടങ്ങിയില്ല. പടത്തിന് ഷൂട്ടിങ് തുടങ്ങിയിട്ടില്ല. പടത്തിന് ഷൂട്ടിംഗ് ഒന്നും ആയിട്ടില്ല. ഈ പാട്ട് എടുത്ത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അത് ലോകത്തിലുള്ള ആൾക്കാരില്ല കാണാൻ കൊതിച്ചെന്ന പേരേ അത് അതേപോലെ കൊതിച്ചിരിക്കപ്പോഴും. പക്ഷെ പാട്ട് ഗംഭീരമായിട്ട്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ജനറേഷനും ഇപ്പോഴത്തെ ജനറേഷനും വരാൻ പോകുന്ന ജനറേഷനും മറക്കാൻ പോകുന്നില്ല. അല്ല, അങ്ങനെയാണ് ആ പാട്ടിന്റെ വരികളും. ഭാസ്കര മാഷ് ഓട്ടോഗ്രാഫ് എഴുതിയിട്ട് അവസാന കാലത്തൊക്കെ ഇത് നിറയെ കൊടുത്തിട്ടുണ്ട്. സർ, അടുത്ത പാട്ട് നഷ്ടസ്വർഗങ്ങളെ എന്ന് പറഞ്ഞത്. നഷ്ടസ്വർഗം എന്നുള്ള പാട്ടിൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ വീണപ്പൂ എന്നുള്ള സിനിമയിൽ ആ പാട്ട് തമ്പി സാറിൻ്റെയാണ്. തമ്പി സാറ് അനവധി ഹിറ്റുകൾ ഉണ്ടാക്കി. ഇവിടെ മലയാള സിനിമയുടെ എഴുത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും വലിയ മുന്നിൽ ഭാസ്കര മാഷും വയലാറും ശ്രീകുമാരൻ തമ്പിയും ONV എന്ന് പറയാൻ പാടുള്ളൂ എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അനവധി പാട്ട് കേൾക്കുകയും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നല്ലോണം അറിയുന്നതാണ്. അപ്പോൾ ഈ പടത്തിൻ്റെ സ്ക്രിപ്റ്റ് എൻ്റെ പാട്ട് വരേണ്ട ഇടം
ഡയറക്ടർ അമ്പിളി മദ്രാസ് മാഷായിട്ട് സംസാരിച്ച് തമ്പിസാറിന് സംസാരിച്ച് ഉറപ്പിച്ചപ്പോൾ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിനെ പറഞ്ഞയച്ചിട്ട് പാട്ട് ശരി ഞാൻ എഴുതാമെന്ന് പറഞ്ഞു. അത് എഴുതി എനിക്ക് തന്നയക്കാം. എന്നെ ടെലിഫോണിൽ വിളിക്കാൻ ഒരു 1:30 മണിക്ക്. വിദ്യാധരൻ ആ ഞാൻ തമ്പിയാ, ശിവമാത്തമ്പിയാ. നമസ്കാരം സാറേ. അതെ, അമ്പിളി ഇവിടെ പാട്ടിൻ്റെ കാര്യം പറഞ്ഞു, ഞങ്ങൾ സംസാരിച്ചു. അപ്പോൾ ഒരു വിരഹഗാനം അങ്ങനെ വേണം. അപ്പോൾ ആ പടത്തിനെ യേശുദാസ് നേരിട്ട് പാടുന്നതാണ്. അപ്പോൾ ഞാനങ്ങനെ ആ പാട്ട് പറഞ്ഞപ്പോൾ ഞാനതെനിക്ക് സിറ്റുവേഷനിലേക്ക് എഴുതി. നാളെ രാവിലെ ഞാൻ പാട്ട് കൊടുത്തു വിടാം. മറ്റന്നാളിൽ ദാസേട്ടൻ പാടുന്നു, യേശുദാസ് പാടുന്നു. അപ്പോൾ വിദ്യാധരൻ അതൊന്ന് പ്ലാൻ ചെയ്തിട്ട് ഇപ്പോൾ ഇന്ന് വരുന്ന ട്രെയിനിൽ രാവിലെ ഞാൻ കൊടുത്തു വിടാം. നാളെ രാവിലെ അവിടെ എത്തും. അപ്പോൾ അതിൽ കയറിയിട്ട് ട്രിവാൻഡ്രത്തിൽ പോവുക. അവിടെ പിറ്റേ ദിവസം ആളുകൊന്നും പാട്ടില്ലോ. എന്തിനാണ് പറയുന്നത്, തരങ്ങടിയിൽ ദാസേട്ടൻ വന്ന് 11 മണിയാകുമ്പോഴേക്കും വന്നു. അങ്ങനെ സെറ്റപ്പ് കഴിഞ്ഞു. പാടാൻ സ്റ്റുഡിയോയിൽ നിന്നപ്പോൾ എന്നെ വിളിച്ചു. മാഷെ ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു, നമുക്ക് ഒന്നിച്ച് പാടാം. വോയിസ് റൂമിലേക്ക് ഞാൻ ചെല്ലുക. കൺസോളിൽ നിന്നേ എഞ്ചിനീയർ നിന്ന് ഞാൻ ചെന്നു. എന്നിട്ട് മൈക്കിൻ്റെ മുമ്പിൽ ഞാനും ദാസേട്ടൻ നിൽക്കും. അപ്പോൾ ദാസേട്ടൻ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ അത്രയില്ലല്ലോ. ഇങ്ങനെ ഞാൻ പാടുമ്പോൾ എൻ്റെ ശബ്ദം ദാസേട്ടൻ ഹം ചെയ്താൽ എൻ്റെ ശബ്ദം കേൾക്കില്ലല്ലോ. പിന്നെ അവിടെ നിന്ന് മ്യൂട്ട് ചെയ്ത് വെക്കാം, ദാസേട്ടൻ പാടുന്നത് മാത്രം അവിടെ കേൾക്കാം. അങ്ങനെ ആയിരിക്കണം സംവിധാനം. അപ്പം ഞാൻ കൂടുമ്പോൾ ഓർമ്മയിൽ മറ്റും തെളിഞ്ഞു നിൽക്കും. ഒരിക്കലും അത് മറക്കില്ല. ഞാനും പാടുമ്പോൾ ആ സംഗതികളൊക്കെ അങ്ങനെ പെട്ടെന്ന് ഓർമ്മയിൽ വരുമല്ലോ. അങ്ങനെയാണ് ആ പാട്ട് പാടിയത്. ആ പാട്ട് പാടിയിട്ട് സ്പീക്കറിൽ ഈ സാധനം കേട്ടപ്പോൾ എൻ്റെ ദൈവമേ, ആ ശബ്ദത്തിനും ഒന്നും പറയാൻ പറ്റില്ല. നഷ്ടസ്വർഗങ്ങളെ നിങ്ങളെനിക്കൊരു ദുഃഖസിംഹാസനം നൽകി, തപ്ത നിശ്വാസങ്ങൾ ചാമരം വീശുന്ന ഭഗ്നസിംഹാസനം നൽകി. നഷ്ടസ്വർഗങ്ങളെ എന്ത് രസം, എന്ത് ഫീലിംഗ്. നല്ല ഗംഭീര പാട്ടത്. രണ്ടാമത്തെ പ്രാവശ്യം ഷൺമുഖത്തോടുള്ള അന്ന് ആ കാലത്ത് 44 അല്ലേ ഇപ്പോ. അവിടെ ഇന്നും എല്ലാവർക്കും എന്താ പറയാ, ജനറേഷൻ പോയാലും ടെൻഷൻ അല്ല. സാർ ഇപ്പൊ ഇവിടെ വന്നാലും വളരെ സന്തോഷം. സാർ ഇനിയും സമയം കിട്ടുമ്പം ഞങ്ങളുടെ ആനീസ് കിച്ചണിലേക്ക് വരണം തീർച്ചയായിട്ടും. അപ്പൊ സാറിന് ഞാൻ അയ്യപ്പൻ്റെ ഒരു പാട്ട് ഞാൻ ചെയ്ത ഒരു പാട്ട് ദാസേട്ടൻ പാടിയിട്ടുള്ള ഒരു പാട്ടുണ്ട്. അയ്യപ്പനെ സംബന്ധിച്ചുള്ള ഗാനങ്ങൾ അനവധി കാലങ്ങളായിട്ട് ആൾക്കാർ ഒരുപാട് പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പാട്ടുകൾ ജനങ്ങളുടെ ഉള്ളിലുണ്ട്. പക്ഷെ ഈ ഒരു പാട്ട് ഇങ്ങനൊരു മീനിങ് ഒരു പാട്ടുകാരനെ ഉള്ളിൽ കണ്ടുകൊണ്ട് ഒരു പാട്ടുകാരൻ, മഹാനായൊരു പാട്ടുകാരൻ്റെ അയ്യപ്പ സ്വാമിയുടെ അടുത്ത് ചെന്നിട്ട് വിരിവെച്ച് കിടക്കുമ്പോൾ ഉള്ളിൽ തോന്നിയ ഒരു വികാരം, അതൊരു പാട്ടുകാരനെ കുറിച്ചാണ്. ശരിക്കും പറഞ്ഞാൽ യേശുദാസിനെ കുറിച്ച് തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. രമേശ് നായർ എഴുതിയിട്ടുള്ളത്. അത്രയും വലിയൊരു മഹാനായ പാട്ടുകാരെ നമുക്ക് ജനിക്കാനില്ലല്ലോ നീ. അപ്പം അങ്ങനെ ഒരാളാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഗ്രേറ്റ്നെസ്, അങ്ങോട്ട് ഉള്ളിലുള്ള അങ്ങോട്ട് ജ്ഞാനവും അദ്ദേഹം ആരാണെന്നുള്ളതിനെ കുറിച്ചും ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ സ്വാമിയുടെ അടുത്ത് ചെന്നപ്പോൾ ഉണ്ടായ ഒരു അനുഭവം, അതാണ് വിവരണം. തീർച്ചയായും പാട്ട് അങ്ങനെ ഒരു പാട്ട് ഞാൻ പാടിയിട്ട് നമുക്ക് നിർത്താം. പിന്നെന്താ, തീർച്ചയായിട്ടും സാർ, അതും ഞങ്ങളുടെ ഒരു ഭാഗ്യം. നിലാവേ വാ ഈ പമ്പ തീരത്ത് വിരിവച്ചു താ, എല്ലാം മറന്നു ഞാനിരുന്നോട്ടെ, എൻ്റെ വില്ലാളി വീരനെ കണ്ടോട്ടെ. വെള്ളി കുത്തിയ നീലാകാശം പുലിയായിറങ്ങുന്നു, പൂനിലാവ് പുലിപ്പാലാകുന്നു, ലോകദുരിതങ്ങളൊഴിയുന്നു. ആളറിയാതെൻ്റെ അരികിൽ വന്നവനൊരു ഗാനം പാടാൻ പറയുന്നു, ഞാൻ പാടുന്നു. ഹരിവരാസനം വിശ്വമോഹനം ഹരിതീശ്വരം ആരാധ്യപാദുകം അരുവിമർദ്ദനം നിത്യനർത്തനം ഹരിഹരാത്മജം ദേവമാശ്രയേ.
നിലാവേ വാ ആവാ ഈ പമ്പ തീരത്ത് വിരിവച്ചു താ എല്ലാം മറന്നു ഞാനിരുന്നോട്ടെ എൻ്റെ വില്ലാളി വീരനെ കണ്ടോട്ടെ പാടിത്തീരും മുമ്പേ ഭഗവാൻ പാവമൻ വിരിയിലുറങ്ങുന്നു പാടിത്തീരും മുമ്പേ ഭഗവാൻ പാവമൻ വിരിയിലുറങ്ങുന്നു നീലക്കരിമ്പടം പുതപ്പിക്കുമ്പോൾ ഞാൻ എൻ്റെ പുണ്യം അറിയുന്നു നീലക്കരിമ്പടം പുതപ്പിക്കുമ്പോൾ ഞാൻ എൻ്റെ പുണ്യം അറിയുന്നു ഞാൻ അറിയാതെൻ്റെ ഗാനത്തിൽ ഈശ്വരൻ തേനിൻ സുഹൃതം നിറയ്ക്കുന്നു ഞാൻ പാടുന്നു ശ്രുതജനപ്രിയം ചിന്തിതപ്രദം ശ്രുതിവിഭൂഷണം സാധുജീവനം ശ്രുതിമനോഹരം ഗീതലാലസം ഹരിഹരാത്മജം ദേവമാശ്രയേ ഹരിഹരാത്മജം ദേവമാശ്രയേ ഹരിഹരാത്മജം ദേവമാശ്രയേ. അയ്യോ എന്റെ ദേവി, ഞാനും കൂടെ കരഞ്ഞു പോയി സാർ. സത്യം, നമ്മള് ആ വരികളോടൊപ്പം സഞ്ചരിക്കുമ്പോ മനസ്സ് നിറയാത്ത ആരുമില്ല സാർ. സത്യം. ഞാൻ സാറിന് ഇനി ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം ഒന്ന് വിളമ്പിക്കോട്ടെ? എന്തായാലും ഒരിക്കൽ കൂടി താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എൻ്റെ മനസ്സ് നിറഞ്ഞതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നിറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാത്രമല്ല, നാളെ നമ്മുടെ വൃശ്ചിക മാസം തുടങ്ങുകയാണ്, മണ്ഡലാരംഭങ്ങൾ തുടങ്ങുകയാണ്. എന്തായാലും ഒരു കാര്യം പറയാം, ഏറ്റവും വലിയൊരു ലെജൻഡ് നമ്മുടെ മുമ്പ് വന്ന് തുടക്കം ആരംഭിച്ചു കഴിഞ്ഞു. എല്ലാവർക്കും നന്മ ഉണ്ടാവട്ടെ. അതേപോലെ ആനീസ് കിച്ചൻ ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട പോലെ തന്നെ ഇതുപോലെ വലിയ വലിയ ലെജൻഡ്സ് നമ്മുടെ ആനീസ് കിച്ചനിൽ ഇനിയും വരട്ടെ. പുതിയ വിശേഷങ്ങളും പുതിയ അതിഥികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. Till then, goodbye. Annie's Kitchen. Let's cook with love.